പോകുന്ന പോലെ തന്നെ വണ്ടി റോക്കറ്റ് പോലെ വണ്ടി പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ. ഇത് കണ്ടില്ലേ, ഓഫ് എന്ന് പറയുന്ന സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഇതാ ഓഫ് ആയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കൊമറ്റ് സെലക്ട് ചെയ്യേണ്ടത്? മെയിനായിട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് MGയുടെ ഏറ്റവും പുതിയ ഇന്ത്യയുടെ ഒരു വിപ്ലവ വാഹനമായിട്ടുള്ള നമ്മളുടെ സ്വന്തം കൊമറ്റ് ആണ്. അതായത് MGയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 100 വർഷമായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. എന്നാൽ ഇന്ന് JFWന്റെ അണ്ടറിലാണ് കമ്പനി ഓൺ ചെയ്യുന്നത്. എന്നാൽ കൊമറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഏതൊരു സാധാരണക്കാരനും സ്വന്തമാക്കാൻ പറ്റുന്ന അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മുടെ വാഹനം വന്നിട്ടുള്ളത്. ഇന്നത്തെ പെട്രോൾ ഡീസൽ വിലയുടെ കാര്യങ്ങളും നമ്മുടെ യാത്രയും യാത്രാ ചെലവുകളൊക്കെ എല്ലാവർക്കും അറിയാം. അതിനെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് MG നമുക്ക് വേണ്ടി ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. അതായത് 6,99,000 രൂപയിലാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ റേഞ്ചുമുണ്ട്. 2025 ആയപ്പോഴത്തേന് ഏറെ പ്രത്യേകതകളായിട്ടാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുന്നോട്ട് വരിക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വാഹനത്തിൻ്റെ മുൻഭാഗം തുടങ്ങാം. ഇതാണ് നമ്മളുടെ സ്വന്തം കൊമറ്റിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ഒരു സ്മൈലി DRLാണ്. അതായത് ഈ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങി നേരെ ഈ ബോഡിയുടെ ഇങ്ങനെ അറ്റം വരെ നീളത്തിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിനകത്തൊരു ബ്ലൂ ലൈനൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു ക്രോം എലമെൻറ്റ്, അതും വളരെ നീളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് നേരെ താഴെയായിട്ട് നമുക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള LED എല്ലാം യൂണിറ്റുകളാണ് വന്നിട്ടുള്ളത്. അതൊരു സ്ക്വയർ ടൈപ്പ് ഒരു ഐസ് ക്യൂബ് പോലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്, അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നേരെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റ് വരുന്നത്, അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് വളരെ നീളത്തിലുള്ളൊരു എയർ ഡാം പോലൊരു പോർഷൻ കാണാനായിട്ട് സാധിക്കും, അതും ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ താഴെയുടെ ഒരു ലിപ്പ് പോർഷനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സെൻട്രലായിട്ടാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇവിടെയാണ് നമുക്ക് വാഹനം ചാർജ് ചെയ്യുന്നത്. ഈ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാനൊക്കെ സാധിക്കും, അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. നമുക്കത് ക്ലോസ് ചെയ്യാം. പിന്നീട് വരുന്ന സമയത്ത് ഇത്രയൊരു പോർഷനാണ് നമുക്ക് ബോണറ്റായിട്ട് വരുന്നത്. പക്ഷേ ഈ ചെറിയ പോർഷൻ ആണെങ്കിലും ഒരു ഫ്ലാറ്റ് ഏരിയ ആണെങ്കിൽ പോലും വാഹനം ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിൻ്റെയൊക്കെ ക്രാഷ് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരെണ്ണം പോലും നമുക്ക് കൊമറ്റിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ കൊമറ്റിന് ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല, കാരണം അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു വാഹനം. പിന്നെ വളരെ വലിയ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാണുന്നതാണ് വാഹനത്തിന് ഫ്രണ്ട് ലുക്ക്. അപ്പം നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലെ ഈ ഒരു ക്രോം എലമെൻറ്റ് നേരെ വന്ന് നമ്മുടെ മിററിലേക്ക് ലയിച്ച് ചേർന്നുണ്ട്. ഈ മിറർ വരുന്ന സമയത്ത് നമുക്ക് ബോഡി കളറായിട്ടാണ് ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഓട്ടോ ഫോൾഡിങ് ആയിട്ടുള്ളൊരു സൈഡ് വ്യൂ മിററാണ്. പിന്നീട് ഈ ബമ്പറിൽ തുടങ്ങുന്ന ഈ ഒരു ലൈൻ വരുന്നത് നേരെ ബാക്കിൽ അറ്റം വരെ നീളുന്നുണ്ട്, അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ വീലുകൾ വരുന്ന സമയത്ത് നമുക്ക് 12-ൻ്റെ വീലുകളാണ് വരുന്നത്, അതൊക്കെ നല്ല ഭംഗിയായിട്ടൊരു വീൽ കവറും കാര്യങ്ങളൊക്കെ തന്നെ വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നീട് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഒരു ഡോർ ഏരിയ വരുന്നത്. ഇതൊരു 2 ഡോർ വാഹനമാണ്. ഇത് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഒരു ഓപ്പൺ ഏരിയ. അത് നമുക്ക് ഡ്രൈവിംഗ് സമയത്ത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് ഇലക്ട്രിക് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. 2974 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അതായത് ഒരു 4 ഡോർ വാഹനത്തിൻ്റെ ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്പേസിനും കാര്യത്തിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പിന്നീട് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സ്പോയിലർ പോയൊരു പോർഷൻ കാണാം. അപ്പോൾ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്ന സമയത്ത് 2010 മില്ലിമീറ്ററാണ്, തരക്കേടില്ലാത്തൊരു വീൽ ബേസ് ആണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന സമയത്ത് 165 മില്ലിമീറ്ററാണ്. തരക്കേടില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കൊമറ്റിൻ്റെ പിൻഭാഗം. മുൻഭാഗം പോലെ തന്നെ വളരെ സുന്ദരമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് ബാക്ക് ഡിസൈനും. ഇതിൽ വരുന്ന സമയത്ത് നമുക്ക് 1640 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ബാക്ക് റോയിൽ ഇരിക്കുന്നവർക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്പോയിലർ പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഏരിയയിൽ തന്നെ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ടെയിൽ ലാമ്പാണ്. ഫ്രണ്ടിൽ കണ്ട DRL പോലെ തന്നെ ബാക്കിലും അതേ ഡിസൈനിൽ തന്നെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഗംഭീരമാണ്. പിന്നീട് നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗവും അതേപോലെ തന്നെ അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും റിവേഴ്സിൻ്റെ പോർഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒരു ഐസ് ക്യൂബ് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ MG എന്ന് പറയുന്ന ബാഡ്ജിങ്ങിൻ്റെ തൊട്ട് മുകളിലേക്ക് നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് സാധിക്കും.
അതേപോലെ തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് എഴുതിയിരിക്കുന്നത് താഴെയായി നമുക്ക് ബമ്പറിൽ റിവേഴ്സ് സെൻസേഴ്സും കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് സെൻട്രലായിട്ട് എം ജിയുടെ ബാഡ്ജിങ് കാണാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കൊമറ്റ് എന്ന് ബാഡ്ജ് ചെയ്തിരിക്കുന്നതും കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് EV എന്നൊരു ബാഡ്ജിങ് കാണാം. അപ്പം വളരെ സുന്ദരമായിട്ട് തന്നെ പിൻഭാഗവും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. ഇവിടെയാണ് ഡോർ ഹാൻഡിലേക്ക് ഇതാണ് വരുന്നത്. ഇതിൽ റിക്കോർഡ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡോറുകളാണ്. ഇതൊരു 2 ഡോറാണ്. നമുക്ക് ബാക്കിലേക്കുള്ളവർക്കും ഈ വഴി മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോറിൻ്റെ സൈഡിൽ ഒരു വൈറ്റും ബീജും കളറിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ വലിയ ഡോറായതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടിൽ ഹോൾഡറിൻ്റെ ഒരു വളരെ വലിയ പോർഷനൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഒരു ക്രോം എലമെൻറ്റിലാണ് നമുക്ക് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പീക്കറിൻ്റെ ഒരു പോർഷൻ കാണാം. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ലുക്ക്. അടിപൊളിയല്ലേ? വളരെ ഭംഗിയുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ടിൽറ്റബിൾ ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയാണ് അതിൻ്റെ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത്. സെൻട്രലായിട്ട് നമുക്ക് എയർ ബാഗിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. നമുക്ക് MG എന്നുള്ളൊരു ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. ഈ വാഹനത്തിന് 2 എയർ ബാഗാണ് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സിസ്റ്റം കൺട്രോളുകളും ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ 10.25-ന്റെ 2 വലിയ സ്ക്രീനുകളാണ് നമുക്ക് വന്നുള്ളത്. നമുക്കിത് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോൾ വരുന്ന സമയത്ത് 10.25-ന്റെ ആണ് ഇത്രയും ഒരു പോർഷൻ. ഇവിടെ നമുക്ക് ഇൻഫോടൈൻ സിസ്റ്റം വരുന്നതും 10.25 ആണ്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഇതാണ് വാഹനത്തിൻ്റെ ചാവി വരുന്നത്. വളരെ സ്റ്റൈലായിട്ടുള്ളൊരു ചാവിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുഷ് ബട്ടണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് വാഹനത്തിൽ കയറുക, നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുക, റെഡി എന്ന് നമ്മുടെ മീറ്റർ കൺസോളിൽ വന്നിട്ടുണ്ട്. അതായത് ഈ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റിവേഴ്സ് എടുത്ത സമയത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ ബാക്കിൽ ഓൺ ആയിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വാഹനം ന്യൂട്രായിട്ടുണ്ട്. ഒന്നുകൂടെ മോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് D ആയിട്ടുണ്ട്. അതായത് ഡ്രൈവ് മോഡിലേക്ക് വാഹനം റെഡി ആയിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിസ്റ്റം വരുന്ന സമയത്ത് നമുക്കത് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് AC വെൻറ്റുകളൊക്കെ വളരെ പ്രീമിയം ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഈ ക്യാബിൻ ചെറുതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കൂളാവുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പോർഷനൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റും അതേപോലെ ഒരു ഗ്രേ കളറുമാണ് വന്നിട്ടുള്ളത്. താഴെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ചെറിയൊരു സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഓട്ടോ AC കൺട്രോളുകളെല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മോഡുകളാണ്. നമ്മുടെ കൃത്യമായിട്ടുള്ള മോഡുകളുടെ എക്കോ മോഡ്, അതേപോലെ തന്നെ പവർ മോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിച്ച് തന്നെയാണ് നമുക്ക് റീജനറേറ്റിംഗ് ബ്രേക്കിംഗ് സിസ്റ്റമായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കിവിടെ വാലറ്റി മിററും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സെൻട്രൽ മിററൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് ഇവിടെ വാലറ്റി മിറർ വരുന്നുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് ഇവിടെയാണ് നമ്മുടെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ സ്റ്റൈലായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമ്മുടെ പവർ വിൻഡോ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റും സെക്കൻഡും വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് മാനുവലായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ ഇലക്ട്രിക്കലി ബ്രേക്കാണ് വരുന്നത്. അതിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് താഴേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ആവും. ഇപ്പോൾ ഓഫായി. ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് പാർക്കിലിട്ട് ജസ്റ്റ് മുകളിലോട്ടൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചാലുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത്രയും ഭാഗത്തൊരു ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റ് പോലെയൊക്കെ പോർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു സീറ്റ് വരുന്നത്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ പോലൊരു പോർഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ വാഹനം റെഡി ഫോർ ഡ്രൈവിൽ കിടക്കുകയാണ്. ഇത് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ, ഓഫ് എന്ന് പറയുന്ന സ്വിച്ച് വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓഫായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ചാവിയിൽ ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാഹനത്തിൻ്റെ മുൻഭാഗ കാഴ്ചകൾ. ഇനി നമുക്ക് പിൻഭാഗം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അതിൻ്റെ സ്പേസ് നോക്കാം. ഈ ഫ്രണ്ട് സീറ്റ് നമുക്ക് അറിയാം, ഈ വാഹനം 2 ഡോറാണ്.
ഫ്രണ്ട് സീറ്റ് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് നീക്കുക. ഈ ഒരു സ്പേസിലൂടെയാണ് നമ്മൾ വാഹനത്തിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഒരു പിൻഭാഗ സീറ്റ്. അപ്പോൾ വരുന്ന സമയത്ത് ഇത്രയാണ് ലെഗ് സ്പേസ് കിട്ടുന്നത്. തൈ സപ്പോർട്ട് കുറവാണ് എങ്കിലും എന്താ പറയുന്നത്, വളരെ ഭംഗിയായിട്ട് രണ്ടുപേർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. ക്വാർട്ടർ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വിഷനും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ഡ്രോ ആയതുകൊണ്ട് തന്നെ AC ഫ്രണ്ടിൽ തന്നെ മതി, നമുക്ക് ഈസി ആയിട്ട് ബാക്കിലേക്ക് കിട്ടും. സെൻറ്റർ ടണൽ ഒന്നോ കാര്യങ്ങളില്ല, വളരെ സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ബാക്കിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാരണം തൈ സപ്പോർട്ട് കുറവായതുകൊണ്ട്. എങ്കിലും ഒരു സിറ്റി കാർ എന്നുള്ള നിലയ്ക്ക് ഇവൻ ഗംഭീരമാണ്, കാരണം സ്പേസ് ഒക്കെ അടിപൊളിയാണ്, നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കോമ്പറ്റിൻ്റെ ഡ്രൈവ് വീഡിയോ നോക്കാം. എങ്ങനെയാണ് വാഹനത്തിൻ്റെ പെർഫോമൻസ്, അതേപോലെ റേഞ്ച്, കാര്യങ്ങൾ, കംഫർട്ട്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് നമ്മുടെ മോഡുകളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ ഡ്രൈവ് ഇട്ടപ്പോഴത്തേന് റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിഷ്യൽ പിക്കപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. ഒരു പെട്രോൾ വാഹനം പോകുന്ന പോലെ തന്നെ വണ്ടി റോക്കറ്റ് പോലെ വണ്ടി പോകുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ. ഇടയ്ക്ക് ഈ വണ്ടികളൊക്കെ വരുന്നതിന്റെ പ്രശ്നമാണ്, പക്ഷെ നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ ഒരു പെട്രോൾ വാഹനം അല്ലെ ഡീസൽ വാഹനം പോകുന്ന പോലെ തന്നെ പറക്കുന്നുണ്ട് വണ്ടി. അത് അന്യമായിട്ട് ഒരു ശകലം പോലും നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ അകത്തേക്ക് വരുന്നില്ല, വളരെ ഗംഭീരമായിട്ട് വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പവർ നമുക്ക് ഇനിഷ്യലി തന്നെ നമുക്ക് മനസ്സിലായി, വണ്ടി പൊളിയാണ് പെർഫോമൻസ് വൈസ്. ഇനി നമുക്ക് വാഹനത്തിന്റെ റേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഒരിക്കലും ഒരു EV വാഹനം ആയതുകൊണ്ട് തന്നെ വലിവ് കുറവ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടില്ല, ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസും സത്യം പറഞ്ഞാൽ ഞാൻ ഈ വാഹനം ആദ്യമായിട്ടാണ് ഓടിക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ചെറിയൊരു വാഹനമായിട്ട് പോലും ഇത്രയും ഗംഭീര പവർ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നോയിസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല, വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മളൊരു വലിയ കട്ടറിൽ ഇറങ്ങിയിട്ട് പോലും ഈ ചെറിയ വീൽ ബേസ് ആയിട്ട് പോലും നമുക്കൊരു അടിപ്പോ സൗണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഷേക്കോ ഒന്നും തന്നെ വാഹനത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ല. അപ്പം വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വലിയൊരു കയറ്റമൊക്കെ നമ്മളാ വന്ന സ്പീഡിൽ തന്നെ സൂപ്പറായിട്ട് നമുക്ക് കയറി പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് ഒരു സിറ്റി കാറാണെന്ന് നമുക്ക് ഇവനെ വിളിക്കാൻ പറ്റും. കാരണം വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ചെറിയൊരു കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നീട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുന്നിൽ കാണുന്നത്, അതായത് നമ്മൾ എവിടെ നോക്കിയാലും കൊമറ്റ് ആണ്. അതായത് വേറെ ഏത് പെട്രോൾ ഡീസൽ EV വാഹനങ്ങൾ ഉള്ളവർ പോലും ഒരു സെക്കൻഡറി വെഹിക്കിൾ ആയിട്ട് നമ്മുടെ കൊമറ്റിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് ഈ ഒരു റേഞ്ച് ആണ്. പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഈ സിറ്റിയിൽ കൊണ്ടിടാനും പാർക്ക് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കഴിവാണ്. പിന്നീട് വളരെ കംഫർട്ടായിട്ടും വളരെ സ്മൂത്ത് ആയിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആൾക്കാരും വാഹനം സെലക്ട് ചെയ്യുന്നത്. കാരണം MG എന്ന് പറയുന്ന ഒരു വാഹനത്തിന് 100 വർഷത്തെ ഒരു വിശ്വാസതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ക്വാളിറ്റിയിലെല്ലാം തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ. അപ്പം 17.3 കിലോവാട്ട്സിന്റെ ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. എന്നിട്ട് പോലും നമുക്ക് ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ വരെ വാഹനത്തിന് റേഞ്ച് കിട്ടുന്നുണ്ട്. അതായത് നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയ വാഹനമാണ് കൊമറ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ഒരു ഓഫീസ് യൂസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈസി ആയിട്ട് 0 കോസ്റ്റിൽ നമുക്ക് ഈ വാഹനം കൊണ്ടു നടക്കാം. കാരണം 230 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ആവറേജ് 50 കിലോമീറ്റർ ഒക്കെ വൺ സൈഡ് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു 2-2.5 ദിവസം ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ചാർജിലായിട്ട് നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതും ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ. സാധാരണ EV വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഈ 10 lakh അബോയിലേക്കാണ് നമ്മൾ പോകുന്നതല്ല. ഈ 15-20 ലക്ഷം 30 ലക്ഷം അങ്ങനെയാണ് റേഞ്ചുകളെല്ലാം വരുന്നത്. എന്നാൽ MG നമ്മുടെ സാധാരണക്കാരെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു 6.99 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. ഞാനൊരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഇത് ഓടിച്ച സമയത്ത്. അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ നമ്മളുടെ ഒപ്പം കൊല്ലം MGയുടെ നഹാസ് ഉണ്ട്. ഞാൻ നഹാസിന് ചോദിക്കാം, അപ്പം എന്തുകൊണ്ടാണ് MG ഞങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? കാരണം ഇന്ത്യൻ കാറുകളായിട്ടുള്ള ഒരുപാട് EV വാഹനങ്ങൾ ഇന്ന് ഇന്ത്യൻ നിരത്തിലുണ്ട്. ഇതൊരു പ്രോപ്പർ EV ആണ്. ബിൽറ്റ് ഇൻ പ്ലാറ്റ്ഫോം വരെ EV പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം നിലവിലെ നമുക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വരുന്ന പല ബ്രാൻഡുകളും പ്രമുഖ ബ്രാൻഡുകളും അവർക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള EV പ്ലാറ്റ്ഫോം ഇല്ല. EVയുടെ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അവർ പറയുന്ന പ്രോപ്പർ ആയിട്ടുള്ള മൈലേജും ഈ വണ്ടിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രിസ്മാറ്റിക് സെൽസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൂടെ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ വരുന്നതുകൊണ്ട്
നമുക്ക് എം ജിയുടെ എല്ലാ വണ്ടികളും ഇപ്പം മിക്കപ്പോഴും ശ്രദ്ധിച്ചാണ് നമ്മൾ കമ്പനി പറയുന്ന റേഞ്ചിനോട് അടുപ്പിച്ചിട്ടുള്ള റേഞ്ച് നമ്മുടെ ഈ ബ്രാൻഡ് തരുന്നുണ്ട് എല്ലാ ഇലക്ട്രിക് വെഹിക്കിളിലും. അപ്പം പൊതുവേ നമുക്ക് EV വാഹനങ്ങളിൽ ഇപ്പൊ ഒരു 250 കിലോമീറ്റർ റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 150 ഒക്കെ കിട്ടുന്നുള്ളൂ. ഒരുപാട് പേര് കംപ്ലൈന്റ് മറ്റ് പല കമ്പനികളുടെയും പറയുന്നുണ്ട്. പക്ഷേ MGക്ക് ഇപ്പൊ ഇതിൽ 230 കിലോമീറ്റർ റേഞ്ച് ആണ്. അത് കസ്റ്റമർ എന്താണ് പറയുന്നത്? കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് എത്രത്തോളം ഒരു റേഞ്ച് പറയുന്നുണ്ട്? അതേപോലെ തന്നെ വാഹനം ചാർജ് ആവാൻ എടുക്കുന്ന സമയം, ഇതൊക്കെ എന്താണ്? നമുക്ക് ഈ കോമറ്റിൽ വരുമ്പോഴത്തേക്കും 2 ടൈപ്പ് മോഡൽസ് ഉണ്ട്. ഈ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മോഡലുണ്ട്, സപ്പോർട്ട് ചെയ്യാത്ത മോഡലുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യാത്ത മോഡലിനകത്ത് നമുക്ക് വരുന്ന ചാർജർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 3.3 കിലോ വാട്ടിന്റെ ചാർജർ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. അത് വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു 0 to 100 ഒരു 7 hours ഉണ്ട്. 0 to 100 ആവും നോർമൽ ചാർജിങ്ങിൽ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മോഡൽ, അതിനകത്ത് നമുക്ക് 7.4 കിലോ വാട്ടിന്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ AC ഫാസ്റ്റ് ചാർജ് വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 3.5 മണിക്കൂർ കൊണ്ട് 0 to 100 അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. 3.5 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് 100 എത്തിക്കാൻ പറ്റും. അത് 0 to 100 ആണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഒരു 20 to 100 അതല്ല പറയുന്നത്. 0 to 100 തന്നെ നമുക്ക് ഈ പറയുന്ന ഫുൾ ചാർജ്. ഈ 3 മണിക്കൂർ നമുക്ക് ഈസി ആയിട്ട് രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ സോളാർ വെക്കുന്ന എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പാനലുകൾ നമുക്ക് പകല് മാത്രമേ വർക്ക് ചെയ്യൂ. നമ്മൾ രാത്രി വൈകുന്നേരം വന്നതിന് ശേഷം രാത്രിയിൽ വണ്ടി കുത്തിയിടുന്നു, നമ്മൾ രാവിലെ എടുത്തോണ്ട് പോകുന്നു. ഈ സോളാർ അവിടെ ഇരിക്കുന്നു, പക്ഷെ നമുക്ക് അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇതിപ്പോ ഈ 3 മണിക്കൂർ കൊണ്ട് ചാർജ് ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പകല് തന്നെ ആ സോളാറിന്റെ പവർ കൊണ്ട് തന്നെ നമുക്ക് ഇത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള EV പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് MGക്ക് പറയുന്ന അടുപ്പിച്ച് റേഞ്ച് കിട്ടുന്നത്. ഡിപ്പെൻസ് നമുക്കിപ്പം ഒരുപാട് കോമറ്റുകൾ നിരത്തിലുണ്ട്. മോസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതലായാലും മിനിമം ഒരു 200 എങ്കിലും കിട്ടുന്നുണ്ട് റേഞ്ച്. ഡിപ്പെൻസ് നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. ചിലർ മൈൽഡായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ കമ്പനി പറയുന്ന 230 എന്ന് പറയുന്നതിനകത്ത് 240 കിട്ടിയ കസ്റ്റമേഴ്സും ഉണ്ട്. കാരണം നമ്മൾ ഓടിക്കുന്ന രീതിയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ഇതിനകത്ത് റീജനറേഷൻ മോഡ് തന്നെ 3 വിധത്തിലുണ്ട്. അപ്പം പ്രോപ്പർ റീജനൊക്കെ ചെയ്ത് ഓടിച്ച് വരുന്ന ആളുകൾ EV പ്രോപ്പറായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ കമ്പനി പറയുന്നതിനെക്കാട്ടി കൂടുതൽ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മോഡലും കൂടെയാണ് കോമറ്റ്. നിലവിൽ നമുക്ക് കൊമറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6.99 ആണ് അല്ലെ? അതെ. അപ്പൊ നമുക്ക് എത്ര വേരിയന്റിലാണ് വാഹനം വരുന്നത്? കൊമറ്റിന് നമുക്ക് ടോട്ടലായിട്ട് 3 വേരിയന്റ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ 3 വേരിയന്റ്സിനകത്ത് നമുക്ക് ബേസ് വേരിയന്റിന് എക്സിക്യൂട്ടീവ് എന്നും സെക്കൻഡ് വേരിയന്റിന് എക്സൈറ്റ് എന്ന് പറയും. ഈ എക്സൈറ്റ് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ് വരുന്ന മോഡലുണ്ട്, വരാത്ത മോഡലുണ്ട്. അപ്പം വരാത്ത മോഡലിനെ എക്സൈറ്റ് എന്നും വരുന്ന മോഡലിനെ എക്സൈറ്റ് FC എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിൽ തന്നെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മോഡലിന് വരുമ്പോൾ എക്സ്ക്ലൂസീവ് FC എന്ന് പറഞ്ഞൊരു മോഡലും കൂടെ വരുന്നുണ്ട്. അതുകൂടെ നമുക്ക് റീസെന്റ് ആയിട്ട് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ ടോപ്പ് ആൻഡ് കളർ സ്കീമിൽ ഒരു വ്യത്യാസം, കുറച്ച് ഡിസൈൻ എലമെന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ട് വരുന്ന ഒരു മോഡലാണ്. റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. ഷോറൂമിൽ ഇതിലായിട്ട് എത്തിയിട്ടില്ല, വരുന്നുണ്ടോ? ബുക്ക് ചെയ്തെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കിട്ടും, കാരണം വണ്ടി ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഈ EV വാഹനങ്ങളുടെ ഇപ്പൊ MGയുടെ EV വാഹനങ്ങൾക്ക് ഒരു എക്സ്പെൻസ് എങ്ങനെ വരുന്നുണ്ട്? സർവീസ് EV പൊതുവെ നമുക്ക് എക്സ്പെൻസ് ഇപ്പം കോമറ്റിന്റെ വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കോമറ്റ് നമുക്ക് ഒരു റിയൽ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ്, ബാക്ക് ആൻഡ് ഷാഫ്റ്റ് ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഓയിൽ വരും, അത് ഒരു 1000 rupees ഒക്കെ വരത്തുള്ളൂ അതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്. അല്ലാതെ നോർമലി നമുക്ക് 10,000 വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് AC ഫിൽറ്റേഴ്സ് ഒക്കെ മാറി കൊടുത്താൽ മതി. ഏകദേശം ഒരു 3500 രൂപയ്ക്ക് താഴെ ഏറ്റവും കൂടിയത് വർഷം പെയ്ഡ് സർവീസ് വരിക എന്നുണ്ടെങ്കിൽ 3500 രൂപയ്ക്ക് താഴെ വർഷം നമുക്ക് വെറും 3000 രൂപ മാത്രമേ ഈ വാഹനത്തിൽ ചെലവ് വരത്തുള്ളൂ. അതൊരു ഗംഭീര കാര്യമാണ്. കാരണം ഞാനൊക്കെ പെട്രോൾ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു സർവീസ് നമുക്ക് മിനിമം 10,000 രൂപയാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ പറഞ്ഞതിലൂടെ നമുക്ക് പെട്രോൾ ചെലവില്ല, സർവീസ് ചെലവില്ല, എല്ലാം കൊണ്ടും ഇവനൊരു പൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട്. അതുപോലെ തന്നെ സാധാരണ എല്ലാ EV കമ്പനികൾക്കും ഈ വേരിയന്റിനനുസരിച്ച് ബാറ്ററി പാക്ക് മാറുന്നുണ്ട്, റേഞ്ച് മാറുന്നുണ്ട്. അപ്പൊ കൊമറ്റില് അങ്ങനില്ല, എല്ലാം സിംഗിൾ ബാറ്ററി പാക്ക് ആണ്. നമുക്ക് ഫീച്ചേഴ്സിൽ ആഡ് ഓൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വണ്ടിയിൽ കിട്ടുന്ന ഡ്രൈവിംഗ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ബേസ് ടു ടോപ്പ് വരെ സെയിം ആണ്. അതൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. കാരണം ബേസ് എടുക്കുന്നവരെ ഒരിക്കലും കമ്പനി കുറച്ച് കണ്ടിട്ടില്ല. കാരണം സാധാരണ ടോപ്പ് എൻഡ് വരുന്ന സമയത്താണ് കൂടുതൽ റേഞ്ചും അതുപോലെ തന്നെ കൂടുതൽ ഫീച്ചേഴ്സും വരുന്നത്. പക്ഷെ കൊമറ്റിൽ നമുക്ക് റേഞ്ചും യാത്രാ കംഫർട്ടും എല്ലാം തന്നെ ഈ ബേസ് തൊട്ട് ടോപ്പ് തൊട്ട് ഒരേ രീതിയാണ് അല്ലേ? അതെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞൻ കൊമറ്റിന്റെ വിശേഷങ്ങൾ. അപ്പം വാഹനത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള MGയുടെ എല്ലാ വാഹനങ്ങളും ഇന്ത്യക്ക് വേണ്ടി മാത്രം ഇറക്കിയ വാഹനങ്ങളല്ല. അത് ഈ കൊമറ്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ബ്രിട്ടനിലും മറ്റു പല രാജ്യങ്ങളിലും ഇറങ്ങി സക്സസ് ആയ മോഡലാണ് ഈ പറഞ്ഞ
MG വിങ്സർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ കൊമറ്റ് ആയിക്കോട്ടെ, ZX ആയിക്കോട്ടെ, ഇതെല്ലാം ഒരു ഇന്റർനാഷണൽ മോഡൽസ് ആണ്. അത് ഒരിക്കലും ഇന്ത്യക്ക് വേണ്ടി മാത്രം ഇറക്കിയ ഒരു മോഡലല്ല. അതിൻ്റെതായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഓരോ വാഹനത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ഈ കൊമറ്റ് തന്നെ എത്രയോ ക്രാഷ് വീഡിയോസ് നമ്മൾ കണ്ടു. അതായത് ഈ ഒരു കുഞ്ഞൻ വാഹനമാണ്, ഇവൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത് നമ്മൾ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ എങ്ങനെ നിരത്തിലിറക്കും എന്നുള്ള ഒരു സംശയങ്ങളോ ആശങ്കകളോ ആർക്കും വേണ്ട. അത് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പം ബ്രിട്ടനിൽ തന്നെ ഒരു ഫൈറ്റ് ജെറ്റിന്റെ പേരാണ് കൊമറ്റ് എന്ന്. ആ പേരാണ് നമ്മുടെ MG ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ MGയുടെ ആദ്യത്തെ വാഹനം, അതായത് നമ്മൾ ഇന്ത്യയിലൊക്കെ ആദ്യമായിട്ട് കണ്ടുവന്നൊരു വാഹനമാണ് MG ഹെക്ടർ എന്ന് പറഞ്ഞ വാഹനം. ഹെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടനിലെ ഒരു രാജാവിന്റെ പേരാണ്. അങ്ങനെ ഓരോ വാഹനങ്ങളുടെ ഓരോ പേരുകളും ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് MG ചെയ്തിരിക്കുന്നത്. അത്രയും ശ്രദ്ധിച്ചാണ് അവരുടെ ഓരോ വാഹനങ്ങളും ഓരോ വാഹനത്തിന്റെ ഓരോ ഫീച്ചേഴ്സും ഓരോ പേരും അവർ സെലക്ട് ചെയ്യുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലും ഇവൻ ഒട്ടും പിന്നിലല്ല. കാരണം 2 എയർ ബാഗ്, ABS, ABD, അതേപോലെ ഹിൽ അസിസ്റ്റന്റ്, ഫ്രണ്ട് വീല് 2 ഡിസ്കും, അതേപോലെ തന്നെ ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് നമുക്ക് 4 വീല് ഡിസ്ക് ബ്രേക്കുമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ഇവൻ പൊളിയാണ്. വില പറയാനാണെങ്കിൽ 6,99,000 തുടങ്ങി 9,80,000 വില അവസാനിക്കുന്നത്. മൊത്തം നമുക്ക് 3 വേരിയന്റിലാണ് വാഹനം വരുന്നത്. അപ്പം ഇതൊരു ടോപ്പ് എൻഡ് വാഹനമാണ്. ഈ ടോപ്പ് എൻഡ് വാഹനമായാലും ബേസ് വരുന്നതായാലും ബാറ്ററി റേഞ്ചുകളും എല്ലാം തന്നെ സെയിം ആണ്. 238 കിലോമീറ്റർ നമ്മുടെ വാഹനം സഞ്ചരിക്കും. നമ്മുടെ പല കസ്റ്റമറും 240 വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഷോറൂമിൽ നിന്ന് അറിഞ്ഞൊരു വിവരം. അപ്പം ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് വിങ്സറിന്റെയും അതുപോലെ ZX-ന്റെ ഒക്കെ തന്നെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പം എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.